ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി എന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. അയ്യപ്പ സംഗമം വേണ്ട വിധത്തിൽ ലക്ഷ്യം കണ്ടില്ല. ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും എതിരായി എന്നും സംശയമുണ്ട്. ഭരണത്തിനെതിരെ എന്നും ജനങ്ങൾ വോട്ട് ചെയ്തു എന്നും CPIM-ന്റെ വിലയിരുത്തലുണ്ട്. തെറ്റുതിരുത്തി മുന്നോട്ട് പോകും എന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കേൾക്കാം. ഈ ജനവിധി LDF പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ജനങ്ങളിൽ നിന്നും പഠിച്ചും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും LDF മുന്നോട്ട് പോകും. തദ്ദേശ വിധി മറിച്ചായത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കും. തലസ്ഥാന നഗരത്തിൽ NDAക്ക് മേൽക്കൈ നേടാനായതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വർഗീയതയുടെ സ്വാധീനം ശക്തമായതും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള, അടിമുടിയുള്ള ഭരണവിരുദ്ധ വികാരം, കൂടാതെ ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളൊക്കെ എതിരായത്, എന്താണ് ഇതിന് കാരണം? ഇതിലേക്ക് നയിച്ചത് എന്ത് കാരണം കൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള, അതിൽ കൃത്യമായൊരു നടപടിയിലേക്ക് പാർട്ടി പോയില്ല. പത്മകുമാറൊക്കെ ജയിലിൽ കിടക്കുമ്പോഴും ആ കാര്യത്തിലൊന്നൊരു നടപടിയിലേക്ക് പോകാൻ, ഒരു നിലപാട് കൃത്യമായി എടുക്കാൻ പാർട്ടി തയ്യാറായില്ല. ഇതെല്ലാം തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണോ പ്രാഥമിക വിലയിരുത്തൽ? വിശദമായി തന്നെ ഇതിലേക്ക് പോകാൻ നേതൃയോഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കുമല്ലോ. ഉറപ്പായിട്ടും. കാരണം രണ്ട് പാർട്ടികളുടെയും അതിനുശേഷം നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിലടക്കം ഇക്കാര്യം വിശദമായി ചർച്ചയാകും. അതിൽ ഏറ്റവും പ്രധാനം ഒരു അപ്രതീക്ഷിത തിരിച്ചടിയാണ് സർക്കാരിനും ഇടതുപക്ഷത്തിനും കിട്ടിയതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ UDF-ന് അനുകൂലമായി വോട്ടൊഴുകിയതും BJP വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതും അവരുടെ മാത്രം നേട്ടം കൊണ്ടല്ലെന്ന തിരിച്ചറിവാണ് തെരഞ്ഞെടുപ്പ് ഫലം LDF-ന് നൽകുന്നത്. ഈ ശബരിമല യുവതീ പ്രവേശന മുറിവ് ഉണക്കിയെടുക്കാൻ വിശ്വാസികൾക്കൊപ്പം എന്ന ടാഗ്ലൈനോടുകൂടി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഗുണം ചെയ്തില്ലെന്ന് മാത്രവുമല്ല, അത് ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാൻ കാരണമായെന്നും CPIM വിലയിരുത്തുന്നുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കൂടി പുറത്തു വന്നതോടെ വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ശ്രമവും നിഷ്ഫലമായി. സ്വർണ്ണക്കൊള്ളയിൽ BJP ഗുണഭോക്താക്കളാവുകയും ചെയ്തു. ഇതാണ് CPIM-ന്റെ വിലയിരുത്തൽ. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ട് പ്രമുഖ CPIM നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഒഴിഞ്ഞുമാറിയതും തിരിച്ചടിയായെന്ന് വിലയിരുത്തലുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തെ കടുപ്പിക്കാനും ലീഗിനെ ദുർബലമാക്കാനും CPIM ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ രണ്ടു കാര്യങ്ങളും നടന്നില്ലെന്ന് മാത്രമല്ല, CPIM-ന്റെ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന ആക്ഷേപം അത് CPIM-ന് നേരിടേണ്ടി വരികയും ചെയ്തു എന്നുള്ളതൊക്കെയാണ്. അതിനൊക്കെ ഒപ്പം ഭരണവിരുദ്ധ വികാരവും ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായി എന്നുള്ള വിലയിരുത്തലുണ്ട്. ഏതായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ ചേരുന്ന CPIM-ന്റെയും CPI-യുടെയും നേതൃയോഗങ്ങളിലും അതിനുശേഷം ചേരുന്ന മുന്നണി യോഗങ്ങളിലും ഇക്കാര്യം ഇഴകീറി പരിശോധിക്കാനാണ് CPIM-ന്റെ തീരുമാനം. അതാണ് എന്താണ് തിരിച്ചടിക്ക് കാരണമായത് എന്നുള്ളത് വിശദമായി തന്നെ പാർട്ടി വിലയിരുത്തും. അടുത്ത ദിവസങ്ങളിൽ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായി തന്നെ അതിശക്തമായൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായിട്ടുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളൊക്കെ ചോർന്നു പോകാൻ മറ്റു കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെയാണ് പ്രാഥമികമായി തന്നെ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന വിലയിരുത്തൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.